അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിൽ 2024 നടന്ന വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലേ ലിസ്റ്റിൽ നോക്കി കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. ഇതിൽ ഒന്നാമത് ശരി അടയാളപ്പെടുത്താൻ, കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്ന് അത്അമഹും മിൻ ജൂ'. അവിടെയുള്ള മദ്ദിൻ്റെ പേരെന്താ? മദ് ആരിദാണ്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് പുതുതായി വന്നാലുള്ള മദ് ആരിദ്, അപ്പോൾ മദ് ആരിദാണ്. രണ്ടാമത്തെ ആൽ മദ്ദുൽ മുത്തത്തരിഫ് ഏതാ? മദ്ദുൽ മുത്തത്തരിഫിൻ്റെ ഉദാഹരണം ഏതാ? വഅബ്ദൂ എന്നുള്ളതാണ്. ഏതാണ്? വഅബ്ദൂ, അതാണ് മദ്ദുൽ മുത്തത്തരിഫ്. ഇനി ആ താ ഉൽ മർബൂത്ത് വന്ന കലിമത്ത് ഏതാണ്? ആലിമത്ത് എന്നുള്ള ഈ താ ആണ് മർബൂത്തയായ താ എന്ന് പറയുന്നത്. ഇനി സക്ത വന്നതിന് ഒരു ഉദാഹരണം ഉണ്ട് ഇവിടെ. അതേതാ? അത് ഈ കാണുന്നതാണ് മൻ റാഖ്, അതാണ് സക്ത വന്ന ഉദാഹരണം. 5 മദ്ദു ലാസിം ഹർഫി ആണ് ചോദിച്ചത്. അലിഫ് ലാം മീം, അതാണ് മദ്ദു ലാസിം ഹർഫി. ഇത് മദ്ദു ലാസിം കലിമിയാണ്. ഇനി 6 ഹർക്കത്ത്, ആറാമത്തെ 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധം. ഏതാണ്? ആൻസർ മദ് ലാസിമാണ്. മദ് ലാസിമിനെയാണ് 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമുള്ളത്. ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക. ഓരോ മദ്ദുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉദാഹരണങ്ങളും അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് തമ്മിൽ യോജിപ്പിക്കാനാണ്. 7 അൽ മദ്ദുൽ മുത്തസിൽ. മദ് മുത്തസിൽ പറഞ്ഞാൽ മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരില്ലല്ലേ? അപ്പോൾ ആൻസർ ഡി ആണ്. ബിനാഅൻ, മദ്ദക്ഷരമാകുന്ന ഹലിഫും ഹംസയും ഒരു കലിമത്തിൽ വന്നു. ഇനി അൽ മദ്ദുൽ മുൻഫസിൽ, ആൻസർ ഇ ആണ്. ബിമാ ഉൻസില, മദ്ദക്ഷരവും ഹംസയും 2 കലിമത്തിലായി വരാമെന്നുള്ള മദ്ദക്ഷരമാകുന്ന അലിഫ് ഹംസ അടുത്ത കലിമത്തിൽ വന്നു. ഇനി 9 അൽ മദ്ദുൽ അസ്ലി. മദ്ദു അസ്ലിൻ്റെ ഉദാഹരണം ഏതാ? ആൻസർ ബി ആണ്. വലയാലിൻ, അവിടെ യാഇന് നീട്ടാൻ വന്ന അലിഫ് ഉണ്ടല്ലോ, അതാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഇനി 10 മദ് ലാസിം ഹർഫി ഏതാ? ആൻസർ എ ആണ്. അലിഫ് ലാം മീം സാദ്. ഹർഫുകളിൽ വരുന്ന മദ് ലാസിമിനാണ് മദ് ലാസിം ഹർഫി എന്ന് പറയുന്നത്. ഇനി അൽ മദ് ലാസിം കലിമി, ആൻസർ സി ആണ്. അൽ ഹാക്ക എന്നുള്ള ഏതാണ്? മദ് ലാസിം കലിമിയാണ്. കലിമത്തുകളിൽ വരുന്ന മദ് ലാസിമിനാണ് മദ് ലാസിം കലിമി എന്ന് പറയുന്നത് നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് പൂരിപ്പിക്കുക. എന്ന് വിശുദ്ധ ഖുർആനിൽ അൽ ഹുറൂഫുൽ മുഖത്ത എന്നത് ഡാഷ് സൂറത്തുകളുടെ തുടക്കത്തിലാണ്. എത്ര സൂറത്തുകളുടെ? 29 സൂറത്തുകളുടെ തുടക്കത്തിൽ. 13 അൽ മദ്ദുൽ ആരിദ് ഡാഷിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. 14 മസ്ഫൂഫ എന്നതിനുള്ള താ ഡാഷ് ആണ്. ഏതാണ് ഈ മസ്ഫൂഫ എന്നതിൽ ഈ ഫാഇന് ശേഷം കാണുന്ന ഈ താ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ? മർബൂത്ത എന്നാണ് ഇതിൻ്റെ പേര്. 15 സവാഅൻ എന്നതിൽ ഡാഷ്ക്ക് ശേഷം അലിഫ് എഴുതാറില്ല. സവാഅൻ എന്നതിൽ ഹംസക്ക് ശേഷം അലിഫ് എഴുതാറില്ല. ഇനി 16 ഖുർആനിൽ ഡാഷ് സ്ഥലങ്ങളിൽ സക്തയുണ്ട്. എത്ര സ്ഥലങ്ങളിലാ? 4 സ്ഥലങ്ങളിൽ സക്തയുണ്ട്. 17 നൂൻ എഴുത്തിൽ ഒരക്ഷരമാണെങ്കിലും ഡാഷിൽ 3 അക്ഷരമാണ്. എപ്പോഴാണ് 3 അക്ഷരം വരുന്നത്? ഉച്ചാരണത്തിൽ 3 അക്ഷരമാണ്. അല്ലേ? ഇനി അടുത്ത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 ഐൻ സീൻ ഖാഫ് എന്നതിൽ എത്ര ഹർക്കത്ത് നീട്ടണം? ആൻസർ 6 ഹർക്കത്ത്. ആൻസർ എന്താണ്? 6 ഹർക്കത്ത്. അത് മൊത്തത്തിൽ 3 മദ് ലാസിം അവിടെ വരുന്നുണ്ട്. ഒരു മദ് ലാസിമിനെ നീട്ടൽ 6 ഹർക്കത്താണ്. അങ്ങനെ 3 കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ 18 ഹർക്കത്ത് ഉണ്ടാവും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. ഇനി 19 അൽ ഹുറൂഫുൽ മുഖത്തഅ എത്ര? ആൻസർ 14 ഹുറൂഫുൽ മുഖത്തഅ. 20 തെജ്രിയാൻ എന്നതിലുള്ള മദ്ദിൻ്റെ പേര്. തെജ്രിയാൻ മദ്ദക്ഷരം അലിഫ് ശേഷം സുക്കൂന് പുതുതായി വന്നു, അപ്പോൾ ഏതാ? മദ് ആരിദാണത്. ഇനി 21 താഉം മർബൂത്തൊക്കെ പറയുന്ന മറ്റൊരു പേര്. ആൻസർ ഹാ ഉത്ത് ഇനീസ്. 22 സക്തയെ സൂചിപ്പിക്കാൻ നൽകുന്ന അക്ഷരമേത്? ആൻസർ സീന്. 23 മദ്ദുല്ലീൻ ചുരുക്കലാണ് നല്ലത്. എത്ര കതിറിൽ ചുരുക്കലാണ് നല്ലത്? 1 അലിഫിൻ്റെ കതിറിൽ ചുരുക്കലാണ് നല്ലത്. ഇനി ഒറ്റ വാചകത്തിൽ ഒരു ഉത്തരം എഴുതുക. 24 എന്താണ് സക്ത? ആൻസർ ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ് സക്ത എന്ന് പറയുന്നത്.
25 മദ്ദുല്ലീൻ എന്നാൽ എന്ത്? ആൻസർ ലീൻ അക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാലുണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുലീൻ എന്ന് പറയുന്നത്. 26 ഏതാണ് ആരിദായ സുക്കൂന്? ആൻസർ വഖഫിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന സുക്കൂന്. വഖഫിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന സുക്കൂനാണ് എന്ത് പറയുക? ആരിദായ സുക്കൂന് എന്ന് പറയുന്നത്. എന്നാണ് പുതുതായ സുക്കൂന് എന്ന്. 28 മദ്ദു ലാസിം എന്നാൽ എന്ത്? ആൻസർ മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നാലുണ്ടാകുന്ന മദ്ദാണ് മദ്ദ് ലാസിമ്. പിന്നെ 28 ഏതാണ് ലീനക്ഷരം? ആൻസർ ഫതഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവ് യാ. ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ് യാ അതാണ് ഏത്? ലീനക്ഷരം എന്ന് പറയുന്നത്. മദ്ദിൻ്റെ പാടാണ് 4ാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ 2 മദ്ദാണ് ഉണ്ടാവുക, മദ്ദ് മുത്തസിലും മദ്ദ് മുൻഫസിലും. ഒരേ കലിമത്തിലാണെങ്കിലും മദ്ദ് മുത്തസിൽ, അടുത്ത കലിമത്തിലാണെങ്കിലും മദ്ദ് മുൻഫസിൽ. പിന്നെ മദ്ദക്ഷരത്തിന് ശേഷം വരുന്ന കാരണങ്ങളൊക്കെ ഏതാണ്? സുക്കൂൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ സ്ഥിരമായ സുക്കൂനാണെങ്കിൽ മദ്ദ് ലാസിമാണ്, പുതുതായ സുക്കൂനാണെങ്കിൽ മദ്ദ് ആരിദാണ്. പിന്നെ ലീനക്ഷരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഫതഹയ്ക്ക് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ് യാ, അതിന് ശേഷമാണ് സുക്കൂൻ പുതുതായി വരുന്നത് എങ്കിൽ അതിന് മദ്ദ് ലീന് എന്ന് പറയും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി 29 ഫതഹ് തൻവീൻ ഉള്ള താ മർബൂത്തയിൽ എങ്ങനെ വഖഫ് ചെയ്യണം? ആൻസർ ഹാ ആയിട്ടാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്. 30 സ്ഥിരമായ സുക്കൂൻ ഏത്? ആൻസർ ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂന്. സ്ഥിരമായ സുക്കൂൻ പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോഴും ആ സുക്കൂൻ അവിടെ ഉണ്ടാവും, വഖഫ് ചെയ്യുമ്പോഴും ആ സുക്കൂൻ അവിടെ ഉണ്ടാകും. അങ്ങനത്തെ സുക്കൂനാണ് സ്ഥിരമായ സുക്കൂൻ എന്ന് പറയുന്നത്. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. ഒന്ന് മദ്ദുൽ മുത്തത്വരിഫ്. മദ്ദുൽ മുത്തത്വരിഫിനെ കുറിച്ച് എഴുതാനാണ്. എന്താ ഇതാ? മദ്ദുൽ മുത്തത്വരിഫിൽ അസലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അസലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ ഹാഇൻ്റെയോ മീമിൻ്റെയോ ശബ്ദം വരുന്നതും ശ്രദ്ധിക്കണം. 32 അൽ വഖഫ് അലൽ മുനവ്വൻ. തൻവീൻ്റെ മേൽ വഖഫ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് എഴുതാനാണ്. ഫതഹ് തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ ഫതഹ് തൻവീനുള്ള താ മർബൂത്തയിൽ സുക്കൂനുള്ള ഹാ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. സവാഅൻ പോലെയുള്ളതിൽ ഹംസയ്ക്ക് ശേഷം അലിഫ് എഴുതാറില്ല. കാരണം എന്താ? ഹംസൻ്റെ മുമ്പ് അലിഫ് എഴുതിയത് കൊണ്ട്. അതിന് ഉദാഹരണം മാത്രം ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് കുട്ടികൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? പാഠത്തിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. 4ാം ക്ലാസ്സിലെ 2ാം ഭാഗത്തിൽ തജ്വീദിലെ മദ്ദുകളെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. വളരെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ നോക്കിയാൽ മതി. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ 2 മദ്ദേ വരുള്ളൂ, മദ്ദ് മുത്തസിൽ മദ്ദ് മുൻഫസിൽ. മദ്ദക്ഷരത്തിന് ശേഷം ബാക്കിയുള്ള മദ്ദുകൾക്കൊക്കെ സുക്കൂൻ വരിക എന്നുള്ളതാണ്. സ്ഥിരമായ സുക്കൂനാണെങ്കിൽ മദ്ദ് ലാസിമാണ്. വഖഫിൻ്റെ കാരണത്താൽ പുതുതായി വന്ന സുക്കൂനാണെങ്കിൽ മദ്ദ് ആരിദാണ്. ലീനക്ഷരത്തിന് ശേഷമാണ് സുക്കൂൻ വന്ന് പുതുതായി വന്നതെങ്കിൽ അത് മദ്ദ് ലീനാണ്. ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാതെ ഇൻഷാ അല്ലാഹ് എല്ലാ മക്കൾക്കും അല്ലാഹു തആല ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.